രശ്മി സുരേഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, ഒരു നോട്ട് ബുക്കിൽ എല്ലാ ദേവീദേവന്മാരുടെയും നാമങ്ങൾ എഴുതി ഗുരുവായൂരപ്പന് സമർപ്പിക്കാമോ ഒന്ന് പറയണേ സവിത. ഞാൻ ചൊല്ലാറുള്ള എല്ലാ നാമങ്ങളും ഒരു നോട്ടിലേക്ക് എഴുതാൻ തോന്നുന്നു, അത് ഗുരുവായൂരപ്പന് സമർപ്പിക്കാനും തോന്നുന്നുണ്ട് എന്ന്. തീർച്ചയായിട്ടും എഴുതാട്ടോ. ഭഗവാന്റെ മുമ്പില് നാരായണനാമം മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഒരു നിബന്ധനയില്ല. ഏത് ഈശ്വരനെ പ്രാർത്ഥിച്ചാലും നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണൻ മുന്നിൽ ഓടി വരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ആചാര്യൻ എപ്പോഴും പറയാറുള്ളത് പഞ്ചാക്ഷരം ചൊല്ലി 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 ഏറ്റവും അവസാനം ഉണ്ണികൃഷ്ണനെ ഓടി വന്നു അത്രേ വില്വമംഗലം സ്വാമിയാരുടെ മുമ്പില്. സ്വാമിയാർക്ക് എല്ലാ ദേവീ ദേവന്മാരും പ്രത്യക്ഷേണ ആ എന്താ പറയാ സാധാരണ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു എന്നും ഉണ്ണികൃഷ്ണനാണ് ഏറ്റവും അധികം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നും കേട്ടിട്ടില്ലേ. അദ്ദേഹം പഞ്ചാക്ഷരം കൊണ്ടാണ് അത്രേ ഉപാസിച്ചിരുന്നത്. അതായത് നമശിവായ എന്നായിരുന്നു അത്ര അദ്ദേഹത്തിന്റെ ഉപാസനാ മന്ത്രം. അപ്പോൾ ഏത് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, എത്രത്തോളം വിശ്വാസപൂർവം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന് തന്നെയാണ് പ്രാധാന്യം. ഇഷ്ടമുള്ള ഏത് ദേവീദേവന്മാരുടെ പേരെഴുതിയാലും ഭഗവാൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും കേട്ടോ.